2500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇതിലുള്ള ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ശരീരത്തിന് നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ട് കൊടുക്കുന്നുവോ, കഷ്ടം കൊടുക്കുന്നുവോ, അത്രത്തോളം നമ്മൾ മുക്തിയിലേക്ക് നമ്മൾ നീങ്ങുന്നതാണ്. ഇതാണ് ആ സമയത്തെ ഒരു ചിന്ത. അതേപോലെ തന്നെ ഭഗവാൻ തൻ്റെ ശരീരത്തിന് ഒരുപാട് കഷ്ടങ്ങൾ കൊടുത്തു, ബുദ്ധിമുട്ട് കൊടുത്തു, പക്ഷേ മുക്തനായില്ല. അതിനുശേഷം അദ്ദേഹം തൻ്റെ ചെറുപ്പത്തിലെ അനുഭവം ഓർത്തു. അതായത് ഒരു റോസാപ്പിൾ ട്രീൻ്റെ താഴെ ചെറുതായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നാമത്തെ ധ്യാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ പ്രീതി ഉണ്ടായിരുന്നു, സുഖമുണ്ടായിരുന്നു, മനസ്സിന് സന്തോഷവും ശരീരത്തിന് സുഖവും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഞാൻ എന്തുകൊണ്ട് ആ സുഖത്തെ ഭയക്കുന്നു? തീർച്ചയായിട്ടും ഞാൻ ആ സുഖത്തെ ഭയപ്പെടുന്നില്ല. കാരണം അതിനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അത് ഇന്ദ്രിയ സുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിനാൽ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം ധ്യാനത്തിൽ പോയിട്ട് 4 ധ്യാനത്തിലൂടെ അദ്ദേഹം മുക്തനായി. അപ്പോൾ നേരത്തെ ദുഃഖങ്ങളിലൂടെ മുക്തി ലഭിക്കാതിരുന്ന ഭഗവാന് പിന്നീട് സുഖത്തിലൂടെ മാത്രമാണ് മുക്തി ലഭിച്ചത്.